രാജമൗലി ചിത്രം ബാഹുബലി പുതിയ വേർഷനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ചിത്രം ഇന്ത്യയിൽ നിന്നും റീ റിലീസും 100 കോടി നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ഒക്ടോബർ 31-നാണ് ബാഹുബലി വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത്. എന്താ രാജമൗലി തന്ത്രം? റീ റിലീസിലും റെക്കോർഡുകൾ സ്വന്തമാക്കുമോ ബാഹുബലി എന്ന ചോദ്യം വേണ്ട. കാരണം അത് ബാഹുബലി സ്വന്തമാക്കും. 100 കോടിയല്ല, 200 കോടിക്ക് മുകളിൽ. ഇതൊക്കെ തന്നെയാണ് ആരാധകരും പറയുന്നത്. 2 ഭാഗങ്ങൾ വെട്ടിയൊതുക്കും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബാഹുബലി 1ഉം 2ഉം വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ്. പക്ഷേ ഈ ട്വിസ്റ്റ് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നും രാജമൗലിക്ക് അറിയാം. അതുതന്നെയാണ് സിനിമയിലെ രാജമൗലി തന്ത്രം. രാജമൗലിയുടെ ബാഹുബലി ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു പുത്തൻ തരംഗമുണ്ടാക്കിയ ചലച്ചിത്ര സംഭവം തന്നെയാണ്. പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക മാത്രമല്ല, പാൻ ഇന്ത്യൻ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് ബാഹുബലി. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് രാജമൗലി ചിത്രം. ബാഹുബലി 2015-ലാണ് പുറത്തിറങ്ങിയത്. ബ്രഹ്മാണ്ഡം എന്നൊക്കെ പറയുന്ന വാക്കിന് പുതിയൊരു നിർവചനം തന്നെയായിരുന്നു ഇത്. പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ തീ പിടിച്ച പോക്കായിരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആരാധകർക്കിടയിലും ആവേശമുണ്ടാക്കി. 2 സിനിമകളും സംയോജിപ്പിച്ചുകൊണ്ട് ബാഹുബലി ദ എപ്പിക് എന്ന പേരിൽ സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ച കാര്യമാണ്. ഇപ്പോഴിതാ ആരാധകർക്കായി ഒരു സന്തോഷ വാർത്ത കൂടി പുറത്തു വരികയാണ്. പുതുതായി എത്തുന്ന വേർഷനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ സൂചന നൽകുന്നത്. ഇതുവരെ കാണാത്ത ചില പുതിയ സീനുകളും ഈ പതിപ്പിൽ ഉണ്ടാകുമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ റീ റിലീസിൽ 100 കോടി നേടുന്ന ചിത്രമായി തന്നെ ബാഹുബലി മാറുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഒക്ടോബർ 31-നാണ് ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ് വൈഡ് റിലീസായാണ് ചിത്രത്തിനായി അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത്. ഇന്ത്യക്ക് പുറത്ത് നോർത്ത് അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലുമെല്ലാം ബാഹുബലി എത്തും. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയുടെ റിലീസിനൊപ്പം ബാഹുബലി എപ്പിക്സിന്റെ ടീസർ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 5 മണിക്കൂർ 27 മിനിറ്റാണ് ബാഹുബലി എപ്പിക്കിന്റെ റൺ ടൈം. നിങ്ങളുടെ ദിവസം മുഴുവൻ ഞങ്ങൾ എടുക്കില്ല. ഒരു IPL മത്സരത്തിന്റെ അതേ സമയമായിരിക്കും ഇതെന്നായിരുന്നു സിനിമയുടെ സമയം സംബന്ധിച്ച് വന്ന വിമർശനങ്ങളോട് ബാഹുബലി ടീം അന്ന് പ്രതികരിച്ചിരുന്നത്. എന്തായാലും 2017 ഇറങ്ങിയ ബാഹുബലി 2ാം ഭാഗവും 2015 ഇറങ്ങിയ ബാഹുബലിയുടെ ആദ്യ ഭാഗവും ചേർന്ന് 2025-ലെത്തുമ്പോൾ അത് ഫുൾ കളർഫുൾ ആയിരിക്കും. രാജമൗലിയുടെ പിതാവ് വി വിജേന്ദ്രപ്രസാദാണ് ബാഹുബലിയുടെ കഥ എഴുതിയത്. വേൾഡ് വൈഡ് റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം ചിത്രം ഇന്ത്യക്ക് പുറമെ നോർത്ത് അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനുമെല്ലാം കോളിളക്കം സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.